എല്ലാവർക്കും സൈബർ ഷെർലോക്കിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ പൊതുവായിട്ട് നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടൻറ്റിലേക്ക് പോവാം. ഇത് ഇന്ത്യയിൽ നടക്കുന്ന സൈബർ ക്രൈംസിൻ്റെ റേറ്റാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിപ്പം ഒരു മാസം നോക്കുവാണെങ്കിൽ 1,15,000 to 1,30,000 വരെ വേരി ചെയ്യാറുണ്ട്. അതായത് ഓരോ 5 മിനിറ്റ്സിലും അറ്റ്ലീസ്റ്റ് 12 ഇൻസിഡൻസ് എങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ 6 മിനിറ്റ്സിലും ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇത് സർട്ടൻ റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഒരു പബ്ലിക്കേഷനിൽ പറയുന്ന ഒരു റിപ്പോർട്ടാണ്. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത് ഫിനാൻഷ്യൽ ആൻഡ് സ്കാം ഈ ഒരു കാറ്റഗറിയിലാണ് നടക്കുന്നത്. പിന്നെ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന കാറ്റഗറിയാണ്. അതുകൂടാതെ വേറെ ഏതൊക്കെ സൈബർ ക്രൈംസ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു അറ്റാക്ക് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തത് ഫിഷിംഗ് ആണ്. അതായത് നമ്മുടെ സൈബർ ക്രിമിനൽസ് വിക്ടിംസിന് മലിഷ്യസ് ആയിട്ടുള്ള ലിങ്കോ ഇമെയിലോ സന്ദേശമോ അയച്ചു കൊടുത്ത് അവരെ കെണിയിൽ വീഴ്ത്തുന്ന ഒരു പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പൂഫിംഗ് എന്ന് പറയുന്നത്, അതായത് അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയുടെ വിവരങ്ങളായ നെയിം, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു അറ്റാക്ക് രീതിയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ക്യാമറ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റാക്കറെ വിക്ടിമായിട്ടുള്ള ആളിന് എന്തെങ്കിലും വൈറസോ മാൾവെയറോ ഇൻഫെക്റ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ക്യാമറ മൊഡ്യൂൾ ഹാക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ക്യാമറ ബിഹൈൻഡ് ദി സീൻ റണ്ണിങ് ആയിരിക്കും. അതാണ് ഈ ക്യാമറ ഹാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡീപ്പ് ഫേക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം അതിൽ ജനറേറ്റീവ് AI ടൂൾസ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂൾസാണ്. അപ്പം ഈ ഒരു ടൂൾസിൻ്റെ സഹായത്തോടു കൂടി സൈബർ അറ്റാക്കേഴ്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് റെപ്യൂട്ടേഷനെ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക മിസ്ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനോ ഉപയോഗിക്കുന്ന അപ്രോച്ചിനെയാണ് ഡീപ്പ് ഫേക്സ് എന്ന് പറയുന്നത്. പിന്നെ സൈബർ സ്റ്റോക്കിംഗ്, ഇതെന്ന് പറയുന്നത് അറ്റാക്കർ ഒരു വ്യക്തിയുടെ വ്യക്തിഗത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നോ കളക്ട് ചെയ്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്ന അപ്രോച്ചാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രാപ്പിംഗ് എന്ന് പറയുന്നത് ഇത് കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവർക്കെതിരെ വ്യാജ പോസ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്രോച്ചാണ് ഫ്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഫ്ലെയിമിംഗ് എന്ന് പറയുമ്പോൾ സൈബർ ക്രിമിനൽസ് അവരൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ പബ്ലിക് സ്പേസിലോ വന്നിട്ട് ഒരാൾക്കെതിരെ ഭീഷണിയുടെ സ്വരം മുഴക്കുക, അതല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്യുവാണെങ്കിൽ അതിനെ ഫ്ലെയിമിംഗ് എന്ന് പറയാം. പിന്നെ ട്രിക്കറി എന്ന് പറയുമ്പം ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളടുത്ത് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി സൈബർ ക്രിമിനൽസ് ശ്രമിക്കുന്നു. എന്നിട്ട് നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യുകയാണ് ട്രിക്കറിയിൽ ചെയ്യുന്നത്. പിന്നെ ഔട്ടിങ് അല്ലെങ്കിൽ ഡോക്സിങ്, ഈ ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിക്ടിമിൻ്റെ സമ്മതമില്ലാണ്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡോക്സിങ് അല്ലെങ്കിൽ ഔട്ടിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൈസിങ് എന്ന് പറയുമ്പോൾ ഈ സൈബർ ക്രിമിനൽസ് അവരൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്താ പറയുക സോഷ്യൽ ഹാർമണിക്ക് നിരക്കുന്ന തരത്തിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതൊരു വർഗീയത അല്ലെങ്കിൽ റേസിസം, കാസ്റ്റിസം അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻസ്, മിസ്ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ വേണ്ടാത്തോ മറ്റോ പറയുവാണെങ്കിൽ അതൊരു ഡൈസിങ് എന്ന് പറയുന്ന അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ സെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക അഡൾട്ട്സ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുക. അത് മേ ബി വിത്ത് കൺസെൻ്റ് ആവാം അല്ലെങ്കിൽ വിത്തൗട്ട് കൺസെൻ്റ് ആവാം. സോ അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. പിന്നെ സെക്സ്റ്റോഷൻ എന്ന് പറയുമ്പം സംവാട്ട് സിമിലർ ടു സെസ്റ്റിംഗ്, പക്ഷേ
ഇവിടെ ഒരു ബാർഗനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും പണമോ മറ്റോ ആവശ്യപ്പെടുക മറ്റോ ചെയ്യും. ഈ ഒരു കണ്ടൻറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയൊരു അടുത്തൊരു കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു അറ്റാക്ക് ഒരാൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത ഒരു പ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും താങ്ക് യു ഫോർ വാച്ചിങ്.